പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. 2015 ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ലൗദാത്തെ സി എന്ന അപ്പസ്തോലിക പ്രബോധനം പ്രകൃതിയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നതായിരുന്നു. പരിസ്ഥിതി സംരക്ഷണം, ആഗോളതാപനം, ശുദ്ധജല സംരക്ഷണം എന്നിവയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും എഴുത്തുകളിലും പ്രവർത്തനങ്ങളിലും പ്രാധാന്യം നൽകിയ ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പരിസ്ഥിതി സംരക്ഷണവും ആത്മീയതയാണെന്ന അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം കാലിക പ്രസക്തിയുള്ളതാണ്. ഞാൻ ആ വാക്യം ആവർത്തിക്കുവാണേ. പരിസ്ഥിതി സംരക്ഷണം ആത്മീയതയാണെന്നുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിരീക്ഷണം വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച കാര്യമാണ്. നമ്മൾ കാണുന്നത് വത്തിക്കാൻ ചത്തുരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുന്ന വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിനു ശേഷം സമാപന ആശീർവാദ പ്രാർത്ഥനകൾക്ക് വേണ്ടി മുഖ്യ കാർമ്മികനായ കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ ജിയോവാന്നി ബാറ്റിസ്റ്റ റേയോടൊപ്പം അവിടെയുള്ള വിശ്വാസി സമൂഹം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആശീർവാദം സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ഞാൻ അല്പനേരം നിശബ്ദനാകുന്നു. നമുക്കെല്ലാവർക്കും ഈ ആശീർവാദത്തിൽ പങ്കുചേർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലുന്ന വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദം ഭക്തിപൂർവം സ്വീകരിക്കാം. Oteum a morte redemptum, in pace sua assumat, et corpus eius resuscitest in novissimo die. Beata Virgo Maria, Apostolorum Regina et salus populi Romani, apud Deum intercedat, oi vultum Filii Tui, Pape nostro ostendat, aqua ecclesiam luce resurrectionis eius consoletur. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കത്തോലിക്കാ സഭയും ലോകവും വിട ചൊല്ലുന്ന വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ സ്വീകരണത്തിനു ശേഷം സകല വിശുദ്ധരുടെയും ലുത്തിനിയ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അതിമനോഹരമായ പ്രാർത്ഥന. ഓരോ കത്തോലിക്കാ സഭയിലെ വിശുദ്ധരുടെ പേരുകൾ ഓരോന്നോരോന്നായി പറഞ്ഞുകൊണ്ട് വളരെ പ്രത്യേകതയോടുകൂടി ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 12 വർഷക്കാലത്തെ പേപ്പസിയുടെ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും വിശുദ്ധരായി ഉയർത്തിയവരുടെ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധരുടെ ഈ ലുത്തിനിയ പ്രാർത്ഥന ചൊല്ലുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്കും കേൾക്കാൻ സാധിക്കും. നമ്മുടെ അഭിമാനമായ ഇന്ത്യയിൽ നിന്നും വിശുദ്ധയായി ഉയർത്തപ്പെട്ട മദർ തെരേസയുടെ പേരും ഒപ്പം ദേവസഹായം പിള്ളയുടെ പേരും പറഞ്ഞുകൊണ്ടുള്ള വിശുദ്ധരുടെ ലുത്തിനിയ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ ഒരു ഈണം, ലുത്തിനിയ പ്രാർത്ഥനയുടെ ഒരു രീതി, സകല വിശുദ്ധരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വിശ്വാസികളായി മാമോദീസ സ്വീകരിച്ച് ജീവിക്കുന്ന എല്ലാവരും മരിച്ച് സെമിത്തേരികളിലെ കല്ലറകളിൽ അടക്കപ്പെട്ട് തീരേണ്ടവരല്ലെന്നും അടക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പുണ്ട് എന്നും അവശിഷ്ട ഭാഗങ്ങൾ തിരുശേഷിപ്പുകളായി അൾത്താര വണക്കത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടേണ്ടതാണ്, ഉയർത്തപ്പെടേണ്ടതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്
സകല വിശുദ്ധരുടെയും ലുത്തിനിയ പ്രാർത്ഥന. അല്പനേരം ഞാൻ നിശബ്ദനാകുന്നു. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം സകല വിശുദ്ധരുടെയും ലുത്തിനിയ പ്രാർത്ഥന. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട നൽകുന്ന വത്തിക്കാനിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തിനു ശേഷം സകല വിശുദ്ധരുടെയും ലുത്തിനിയ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം.